ഹായ് ഓൾ. നമുക്കറിയാം ഇന്ത്യക്ക് CERT എന്നൊരു വലിയ സംവിധാനമുണ്ട്. മറ്റൊന്നുമല്ല, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സൈബർ സെക്യൂരിറ്റി ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. ഈ ഒരു സംവിധാനത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സയന്റിസ്റ്റ് ബി റിക്രൂട്ട്മെന്റ് ആണ്. അതായത് സയന്റിസ്റ്റ് ഗ്രേഡ് ബി ലെവലിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് 3 തരത്തിലുള്ള പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് വന്നത് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT സെക്ടറിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 83 പോസ്റ്റുകളാണ് നിലവിലുള്ളത്. അടുത്തതായിട്ട് വിളിച്ചിരിക്കുന്നത് 25 പോസ്റ്റുള്ള ഡേറ്റ സയന്റിസ്റ്റ് ആണ്. ഒപ്പം AI ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഡേറ്റ സയൻസ് ആൻഡ് AI ആണ് ഇവിടുത്തെ പോസ്റ്റ്. അത് 25 എണ്ണമാണ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് 25 പോസ്റ്റുകളാണ് ഉള്ളത്. അങ്ങനെയുള്ള 3 കാറ്റഗറിയിലായിട്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വേക്കൻസി വന്നിരിക്കുന്നത്. സയന്റിസ്റ്റ് ഗ്രൂപ്പ് ബി എന്നാണ് ഇതിന്റെ പേര്. അങ്ങനെ ആകെ മൊത്തം ഇന്ത്യയിൽ 133 വേക്കൻസികൾ ഓൾ ഓവർ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ സാലറിയിലേക്ക് പോകാം. ഉയർന്ന സാലറി ഉള്ളൊരു തസ്തികയാണ്. 56,100 തുടങ്ങി 1,77,500 അവസാനിക്കുന്ന ഉയർന്ന സാലറിയാണ് ഇവിടെ ലഭിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമായതുകൊണ്ട് തന്നെ സാലറിക്കൊപ്പം തന്നെ നിൽക്കുന്ന മറ്റ് അലവൻസുകളും ഉണ്ട്. അതായത് നിങ്ങളുടെ ബേസിക് സാലറി തന്നെ ഏതാണ്ട് 56,000 പറയുമ്പോൾ നിങ്ങളുടെ ഇൻ ഹാൻഡ് 75,000 മുകളിൽ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സാലറി സ്കെയിലുകൾ വരുന്നത്. ഇനിയും ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ബി അല്ലെങ്കിൽ BTech യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അതുകൂടാതെ MSc MCA തുടങ്ങിയ യോഗ്യതയുള്ളവർക്കും ഈ ഒരു മേഖലയിലേക്ക് അപേക്ഷിക്കാം. മാത്രവുമല്ല, ഇതൊന്നുമല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിർദ്ദിഷ്ട മേഖലയിൽ മറ്റേതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിലും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും എങ്ങനെയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് എന്നുള്ളത് കൂടി നോക്കാം. ആദ്യമായിട്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 30 വയസ്സാണ്. 30 വയസ്സിനകത്തുള്ളവർക്ക് മാത്രം, അതായത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 30 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കണ്ടീഷൻ. എന്നാൽ OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3 വർഷത്തിന്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഇനിയും SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതായിരിക്കും. ഇനിയും എങ്ങനെയാണ് സെലക്ഷൻ? ഇത് റിട്ടേൺ എക്സാമിനേഷൻ ബേസ്ഡ് റിക്രൂട്ട്മെന്റിലാണ് നടക്കുന്നത്. മറിച്ച് രാജ്യത്താകമൊത്തം നടക്കുന്ന ഗേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. അതായത് ഈ അവസാനമായി വന്ന 24, 25, 26 വർഷങ്ങളിൽ ഗേറ്റ് അപ്പിയർ ചെയ്യുകയും ഈ വർഷങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അപേക്ഷകളിൽ നിന്ന് ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ശേഷം നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ച ശേഷമായിരിക്കും നിങ്ങൾക്ക് ഒരു ഫൈനൽ സെലക്ഷൻ ലഭിക്കുന്നത്. അതിൽ തന്നെ ഏതാണ്ട് ഇന്റർവ്യൂവിൽ നിങ്ങൾ 50% മിനിമം മാർക്ക് നേടിയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം. ഇനിയും റിസർവ്ഡ് കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം മിനിമം 40% ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടിയിരിക്കണം. ഇത് നേടാത്ത പക്ഷം നിങ്ങളെ സെലക്ട് ചെയ്യുന്നതല്ല, ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ പോലും സെലക്ട് ചെയ്യുന്നതല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്? ഇതിന് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഇതിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ, ഓൺലൈനായിട്ട് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനിയും വെബ്സൈറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് ആണ് www.cert.in.org.in എന്ന സൈറ്റ് വഴിയാണ്. ഇതിന്റെ ലിങ്ക്, അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നാണ് നോക്കാം. ഓഗസ്റ്റ് 17 വൈകുന്നേരം 5:30 വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. നിർദ്ദിഷ്ട യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.